ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കാന്ന് കരുതിയോ? നിന്നേക്കാൾ മുമ്പേ ഈ ദീപം ഞാൻ അവിടുത്തെ കൽവിളക്കി കൊണ്ടുപോയി കത്തിക്കും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു ബന്ധം നാളെ ഏതെങ്കിലും ഒരു സമയത്ത് വെളിപ്പെട്ട് വന്നാലോ? വരില്ലാന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വാമി പറഞ്ഞു തരാമോ? ഈ മല കയറുക എന്നത് തന്നെയാണ് ആദ്യത്തെ ഘട്ടം. ഇവിടുന്ന് കുറച്ചു മാറി ഈ ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് പണ്ട് അഗസ്ത്യമുനി തപസ്സിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. അവിടുത്തെ കൽവിളക്കിൽ നിന്നും പൂജാരി കൊളുത്തിത്തരുന്ന ദീപം അണയാതെ കൊണ്ടുവന്ന ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ തെളിക്കണം. അതാണ് വഴിപാടിന്റെ അടുത്ത ഘട്ടം. പിന്നീട് ക്ഷേത്രത്തിനകത്ത് നിന്ന് പ്രധാന പൂജാരി നൽകുന്ന പൂർണ്ണ കുംഭവുമായി ക്ഷേത്രത്തിന് 3 വലം വയ്ക്കണം. എന്നിട്ട് അത് മഹാശിവ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യണം. അതോടെ വഴിപാടുകൾ പൂർത്തിയാവും. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇത് പൂർത്തിയാക്കാൻ അപൂർവ ഭാഗ്യം വേണം. ഞങ്ങളോടൊപ്പം ഈ പൂജ ചെയ്യാൻ വന്ന ആളായേട്ടത്തെ. അതിനുള്ള നിയോഗം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ആ കുട്ടി ഉണരും. അത് ഭഗവാൻ തന്നെ തീരുമാനിക്കണം. എന്തായാലും ആദ്യം ഈ മലമുകളിലെ സൂര്യോദയം നിങ്ങൾ കാണണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഭഗവാൻ തന്നെ കൊണ്ടുവരും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ശരി സ്വാമി. ഈ മലമുകളിലെ സൂര്യോദയം കാണുന്നത് 1000 ശിവരാത്രികളുടെ പുണ്യം ലഭിക്കുന്നതിന് തുല്യമാണ്. ഒരുപാട് കേട്ടു ഈ ക്ഷേത്രത്തെക്കുറിച്ചും 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഇവിടുത്തെ പൂജയെക്കുറിച്ചും. ആർക്കും കിട്ടാത്ത സൗഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാലങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടിക്കും ഈ പൂജ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കുട്ടിക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഇവിടെ പൂജ നടത്തി കുട്ടി എന്താഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. ഇത്രയ്ക്ക് ഭാഗ്യം ചെയ്തവരാ ഞങ്ങളെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വെറുതെ ഇവിടെ വന്നു ചേർന്നവരല്ല. ഭഗവാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. സുരക്ഷിതമായി നിങ്ങളെ ഈ മലമുകളിൽ എത്തിച്ചത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ശരിയാണ്, പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അപകടസന്ധികളിൽ അർച്ചന ചെന്ന് പെടുകയും ചെയ്തു. അവിടെയെല്ലാം രക്ഷിക്കാൻ ഓരോ ആളുകളും വന്നു. അതെല്ലാം ഭഗവാന്റെ നിയോഗമാണെന്ന് ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നവരാ ഞങ്ങള്. ആ ദുഃഖമൊന്നും ആർക്കും അറിയില്ല. ഒരുപാട് വലിയ ഡോക്ടർമാരുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റും നടത്തി. ജ്യോത്സ്യന്മാര് ഓരോ വഴിപാടുകളും നേർച്ചകളും പറഞ്ഞ് ഓരോ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ അയക്കും. ഞങ്ങൾ അതെല്ലാം പോയി ചെയ്യും. അപ്പോഴും ഒരു പ്രതീക്ഷയാണ് എല്ലാം ശരിയാവുമെന്ന്. ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പ്രതീക്ഷയുണ്ട്. അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും സഹിച്ച അപമാനങ്ങൾക്കും ഒക്കെ ഒരു ഫലം കിട്ടുന്നുള്ള പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളുടെയും പരിഹാരം ദാ ഇവിടെയുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ളവരെ ഭഗവാൻ കുറേയേറെ പരീക്ഷിക്കും. അത്തരം പരീക്ഷണങ്ങളായിരുന്നു അനുഭവിച്ചതെല്ലാം എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോ അതിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഭക്തിയും മന്ത്രവും മാത്രം പോരാ, ഇതിനൊക്കെ നല്ല ചികിത്സയും വേണം. ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ഒത്തിരി അഡ്വാൻസ്ഡ് അല്ലേ? ഡോക്ടർമാര് പോലും ഒരു പ്രാർത്ഥനയോടെ മരുന്ന് തരുന്നത്. അന്ധവിശ്വാസങ്ങളല്ല അതൊന്നും. ഒരു രോഗിക്ക് ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോ അത് ഫലിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ ഡോക്ടർമാരുടെ മനസ്സിലുമുള്ളത്. അതുപോലെ തന്നെയാണ് പൂജയും പ്രാർത്ഥനയുമെല്ലാം. ഓരോ മന്ത്രങ്ങൾ ജപിച്ച് പൂജ നടത്തുമ്പോഴും ഒരു തവണ പോലും മന്ത്രങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ
ഞങ്ങൾ പൂജാരിമാർ പോലും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ദൈവത്തിലുള്ള വിശ്വാസം അന്ധമാകാം, പക്ഷേ അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകരുത്. അത്രയേ ഉള്ളൂ. ആ, പൂജയ്ക്കുള്ള സമയമായി. വരൂ. ആ വാർച്ചന. ഭഗവാനെ, ഒരുപാട് പ്രതീക്ഷകളോടെ ഞാൻ ഈ മല കയറി വന്നത്. അങ്ങയുടെ മുൻപിൽ വരുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം നൽകുന്ന ആളല്ലേ. എൻ്റെ സങ്കടത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. എന്നെ ഉറക്കിക്കിടത്തിയിട്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കാന്ന് കരുതിയോ? നിന്നേക്കാൾ മുമ്പേ ഈ ദീപം ഞാൻ അവിടുത്തെ കൽവിളക്കി കൊണ്ടുപോയി കത്തിക്കും, അനുഗ്രഹം വാങ്ങുകയും ചെയ്യും. എഴുന്നേറ്റായിരുന്നോ? എന്തൊരു ഉറക്കമായിരുന്നു. ഞാൻ എണീക്കില്ലെന്ന് നീ കരുതിയോ? ഒറ്റയ്ക്ക് ദീപം കത്തിച്ച് കൽവിളക്കി കൊണ്ടുപോയി വെച്ച് അനുഗ്രഹം വാങ്ങാന്ന് കരുതിയോ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉള്ളതാ. ഉം. ഈ വഴിപാട് പൂർത്തിയാക്കുന്നവർക്ക് മഹാദേവന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം ഞാൻ തന്നെ വാങ്ങിക്കും. നല്ല കാറ്റാണല്ലോ തിരുമേനി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറ്റില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൂജ പൂർത്തിയാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല. ഇവിടെ നിന്നും ഞാൻ കൊളുത്തിത്തരുന്ന ദീപം കാറ്റിലണയാതെ ആ കൽവിളക്കിൽ കൊണ്ടുപോയി കത്തിക്കണം. അത് കത്തിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണകുംഭം അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടൂ. മഹാദേവനും പാർവതീദേവിയും അനുഗ്രഹിച്ചാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും.